ഇതെന്നമ്മ ചോക്കോസ് ആണോ? ഇതോ? അല്ല മോനെ, ഇതാണ് ഹൈഡ്രോസ്റ്റോൺ. മോനെ, എന്റെ വീഡിയോ കണ്ടിട്ട് കുറെ പിള്ളേർ എന്നോട് ചോദിച്ചു ഇതെന്താണെന്ന് കേട്ടോ. മക്കളെ, ഇതാണ് ഹൈഡ്രോസ്റ്റോൺ. നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു എന്താ പറയുന്ന സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ബേസ് ലെയർ ആയിട്ടും ടോപ്പ് ലെയർ ആയിട്ടും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവരുടെ പ്രവർത്തനം എക്സസ് വാട്ടർ വലിച്ചെടുത്ത് വേരുകളെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. വേരുകൾ ചീഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട് പലരും പറയാറില്ലേ. ഒന്ന് ബേസ് ലെയർ ആയിട്ട് ഹൈഡ്രോസ്റ്റോൺ ഇട്ട് കൊടുത്തു നോക്കിയേ. ഇവര് എക്സസ് വാട്ടർ വലിച്ചെടുക്കുക മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇവര് മോയ്സ്ചർ റിലീസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രോസ്റ്റോൺസ്. ഇവരെങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. പൊടിയൊക്കെ കാണൂല, കഴുകി കളയണം. എന്നിട്ടേ മിനിമം ഒരു 30 മിനിറ്റ് നമ്മൾ ഇവരെ സോക്ക് ചെയ്ത് വെക്കണം. 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാമെങ്കിൽ നല്ലതാ. ഞാൻ സാധാരണ ഇവരെ ഇന്നിപ്പോ സാറ്റർഡേ അല്ലേ, അപ്പൊ ഞാൻ ഫ്രൈഡേ ഈവനിങ്ങിൽ തന്നെ ഇവര് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കും. രാവിലെ എനിക്ക് ഇവരെയൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ അവർ ഓവർനൈറ്റ് നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്ത് ക്ലീനായി മിടുക്കരായിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചും എന്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞതേ, ഞാൻ വെള്ളത്തിനകത്ത് മണി പ്ലാന്റ് വെക്കുമ്പോൾ, വെള്ളത്തിനകത്ത് ചെടി വെക്കുമ്പോൾ അത് ചീഞ്ഞു പോകുന്നു, റൂട്ട് ചീഞ്ഞു പോകുന്നു, യെല്ലോ കളറാകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി ചെയ്യുമ്പോഴേ മക്കൾ ഇതൊന്നിട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കി. നമ്മളിവരെ ഇട്ടു കൊടുക്കാം. പോരക്കല്ലേ? അത് ഇച്ചിരി വേണോ? എന്റെ ബോയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇവരുടെ ഡെക്കറേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവരുടെ ചോട്ടിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നിറച്ച് വെള്ളം ആവശ്യമില്ല. വേര് കൃത്യമായിട്ട് വരുന്നത് കാണുന്നുണ്ടോ? ഇതിനിടയ്ക്കൂടെ വേര് നന്നായിട്ട് പൊക്കോളും. അവര് സൂപ്പറായിട്ട് വളർന്നു വന്നോളും. കള്ളാമോ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇവർക്ക് വേര് ചീഞ്ഞു പോകുക, വേരുകൾ യെല്ലോ കളറിൽ ടേണാകുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. സൂപ്പറായിട്ട് വളർന്നു വരും കേട്ടോ.